സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് തന്നെ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെയാണ് ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി. അണ്ണാ ഹസാരെ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. സീറം. അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് ആര്? അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം എന്താണ്? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം പ്ലേഗ് ബോണസ് ആണ്. പ്ലേഗ് ബോണസ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ആണ്. 140. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി. ഏത് കമ്മീഷനെതിരെ നടന്ന പ്രകടനമാണ്? സൈമൺ കമ്മീഷനെതിരെ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹിയാണ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായിട്ടാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഗാട്ട് ആണ്. ഗാട്ട്. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2235 ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം. ആരുടെ നോവലാണ് വല്ലി? വല്ലി എന്നത് ആരുടെ നോവലാണ്? ഷീല ടോമിയാണ്. ഷീല ടോമി. നോവലിന്റെ പേര് വല്ലി. ആരുടേതാണ്? ഷീല ടോമി. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം, പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? കേരളത്തിൽ സ്വാന്തന പരിചരണ നയം നിലവിൽ വന്നത് 2008 2008. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലിയാണ്. ശ്രീ യു ഷറഫ് അലി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയില് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12 ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. G20 2023 അധ്യക്ഷം വഹിച്ചത് ഇന്ത്യയാണ്. 2024 ബ്രസീൽ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി.
കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. പദ്ധതിയുടെ പേര് സ്നേഹസ്പർശം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായത് സൾഫർ ഡയോക്സൈഡ് ആണ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കാർമോയിസിൻ. കാർമോയിസിൻ. ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS ഒബ്രോയ് ആണ്. MS ഒബ്രോയ്. നക്ഷത്രങ്ങളുടെ ശൈശവദശയായി കണക്കാക്കുന്നത്. നക്ഷത്രങ്ങളുടെ ശൈശവദശയായിട്ട് കണക്കാക്കുന്നത് നെബുലയാണ്. നെബുല. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചതാര്? ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് SH റാസയാണ്. SH റാസ. പെയിന്റിങ്ങിന്റെ പേര് ബിന്ദു. വരച്ചത് SH റാസ. 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? വടകരയിലാണ്. എന്തിനെതിരെയാണ്? അയിത്തത്തിനെതിരെ. വർഷമേതാണ്? 1931. എവിടെ ചേർന്ന യോഗമാണ്? വടകരയിൽ. മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത്? മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് തോപ്പിൽ ബാസിയാണ്. തോപ്പിൽ ബാസി. പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? പുന്നത്തൂർ കോട്ട ആനയുടേതാണ്. ആന. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹരെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്ന് AP വാജ്പേയി ആണ്. AB വാജ്പേയി അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഒബ്ര താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. താപനിലയം ഏതാണ്? ഒബ്ര. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ചന്ദ്രയാൻ 1 ആരായിരുന്നു? മയിൽസ്വാമി അണ്ണാദുരൈയായിരുന്നു. മയിൽസ്വാമി അണ്ണാദുരൈയായിരുന്നു ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ. നാർക്കോ അനാലിസിസ് എന്ന പേരിന്റെ ഉപജ്ഞാതാവ്. നാർക്കോ അനാലിസിസ് എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ഹോഴ്സ്ലി ആണ്. ഹോഴ്സ്ലി. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. JC ബോസ്. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 24. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11 1809 ജനുവരി 11. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണ്. സിങ്ക്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. നീളവും വീതിയും 3:2 ആണ്. 3:2. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനി നദിയാണ്. കബനി നദി. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം.
സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട്? മലനാട് 250 അടി ഉയരമുള്ള 250 അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്. ലാക്രിമൽ ഗ്രന്ഥി. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി. ലോക സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8. തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായ മലയാളി. തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായ മലയാളിയാണ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ ഏത്? ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ഏതു ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ദൗത്യമായിരുന്നു? നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ചൊവ്വയെക്കുറിച്ച് പഠിക്കുവാനുള്ള ദൗത്യമായിരുന്നു. ചൊവ്വ. ഓപ്പർച്യൂണിറ്റി റോവർ. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മാഹാളി. മാഹാളി. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ അമ്ലങ്ങൾ അല്ലെങ്കിൽ അമിനോ ആസിഡ് ആണ് മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകം. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം. റെഡ് ക്രോസ് 1863. റെഡ് ക്രോസ് 1863. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്ന്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 25 മെയ് 2015. 25 മെയ് 2015 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു. വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ആരുടെ വാചകമാണിത്? ശ്യാം സരൺ നേഗിയാണ്. ആദ്യത്തെ വോട്ടറായ ശ്യാം സരൺ നേഗിയുടെ വാക്കുകളാണിത്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ആരുടെ വാചകം? ശ്യാം സരൺ നേഗി. സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. സാന്തോഫിൽ. ശ്വസനവേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങൾ. ശ്വസനവേരുകൾ കാണപ്പെടുന്നത് കണ്ടലാണ്. കണ്ടൽ. മൈക്രോസ്കോപ്പിന്റെ സഹായത്തിൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാരാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസലോ സുഖപ്രദം. ആരുടെ വരികളാണിവ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസലോ സുഖപ്രദം എന്നത്. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. ലാൽ ബഹാദൂർ ശാസ്ത്രി. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1.
പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത് 1865 1865. ഇന്ധനങ്ങളുടെ അപൂർണ ജ്വലന ഫലമായിട്ടുണ്ടാകുന്ന വാതകം. ഇന്ധനങ്ങളുടെ അപൂർവ ജ്വലന ഫലമായിട്ടുണ്ടാകുന്നതാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. ലോക്പാൽ എന്ന വാക്കിനർത്ഥം. ലോക്പാൽ ജനസംരക്ഷകൻ എന്നാണ്. ജനസംരക്ഷകൻ. അന്തർദേശീയ കടുവാ ദിനം. അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29 ജൂലൈ 29. വുൾഫ്രം എന്നറിയപ്പെടുന്ന ലോഹം. വുൾഫ്രം ടങ്സ്റ്റൺ ആണ്. വുൾഫ്രം എന്നറിയപ്പെടുന്നത് ടങ്സ്റ്റൺ. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. ഓടക്കാലി. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിനു പറയുന്ന പേര്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിനു പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലാണ്. പുന്നമടക്കായൽ. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര്. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരാണ് മുൽശങ്കർ. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരാണ് മുൽശങ്കർ. സംസ്ഥാനത്തെ ആദ്യ ബാഗ് ഫ്രീ സ്കൂൾ. ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂളാണ് തരിയോട് SALP സ്കൂൾ, വയനാട്. തരിയോട് SALP സ്കൂൾ, വയനാട്. ട്രെയിൻ 18 പുതിയ പേര്. ട്രെയിൻ 18 പുതിയ പേരാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ്. കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്തത് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആനന്ദ് മോഹൻ ചക്രവർത്തി. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം 1921. മലബാർ കലാപം 1921. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ല. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കോശഭിത്തി. കോശഭിത്തി. ലോക ജലദിനം എന്നാണ്. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ പെടുന്നു? വൈദ്യുതോൽപാദനം ദ്വിതീയ മേഖലയാണ്. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ പെടുന്നു? ദ്വിതീയ മേഖല. മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം. മുടി, നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിനാണ്. കെരാറ്റിൻ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം 1757. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത്. ക്രിസ്മസ് രോഗം ഹീമോഫിലിയാണ്. ഹീമോഫിലിയ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം സരൺ നേഗി. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഫെബ്രുവരി 2. ആരുടെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെട്ടത്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്ന് അറിയപ്പെടുന്നത്. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്നത് അഡ്ഹീഷനാണ്. അഡ്ഹീഷൻ. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം. പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭങ്കനമാണ്. വിഭങ്കനം. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം.
GPS വികസിപ്പിച്ചെടുത്തത് USA. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ സുപ്രീം കോടതി. ബോംബെ ബോംബർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ബോംബെ ബോംബർ എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്? രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന? ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. കേളപ്പന്റെ അറസ്റ്റിനു ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം? ധവള വിപ്ലവം ആരംഭിച്ചത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഓഡോമീറ്റർ ആണ്. ഓഡോമീറ്റർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ഡോപ്സൺ. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.